തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഒരു മനുഷ്യനെ, നന്മ ചെയ്തൊരു മനുഷ്യനെ തിന്മയുള്ളയാളാക്കാൻ, മോഷ്ടാവാക്കാൻ ആര് പറഞ്ഞിട്ട് ആരുടെ കൊട്ടേഷനിലാണെങ്കിലും ശബ്ദിച്ചാൽ അത് നരകാഗ്നിക്ക് തുല്യമായ പ്രവൃത്തിയാണ്. കേട്ടത് ശരിയാ. കമ്മീഷൻ കൂടും. ബ്രോക്കർ ഒരു മന്ത്രിയാ. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. ഇവളാള് കൊള്ളാമല്ലോ. മുകളിൽ നിന്ന് വീണ ജോർജ് മാനം രക്ഷിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തപ്പോൾ ആ ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതനായതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വീണേ നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ മന്ത്രിയായി. തെളിയിക്കാൻ ശ്രമിക്കേ, അഴിക്കുള്ളിൽ ഒടുങ്ങും. പച്ചക്കള്ളം ഒരു മനുഷ്യന്റെ പുറത്ത് കെട്ടിവെച്ചിട്ട് അയാളെ അപമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഡോക്ടർ ഹാരിസിനോട് എനിക്ക് പറയാനുള്ളത്, ദയവായി സൂക്ഷിക്കുക. 100% ഞാൻ യോജിക്കുന്നു. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പുതുവഴി അവർ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ അനുഭവം ഓർക്കുക. ആ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ഒരു പ്രശാന്തനെ ഇറക്കി, ഒരു PP ദിവ്യയെ ഇറക്കി അയാളെ തീർത്തു. എങ്ങനെ തീർത്തു? ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ തീർത്തു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഇങ്ങനെ ബഹളം വെക്കുന്നത് അത് ഇവർ ഡോക്ടർ ഹാരിസിനോടും ചെയ്യും. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. എനിക്ക് നല്ല പുളിച്ച തെറി പറയാറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം നീ ചോദിച്ചതല്ല.